നമസ്കാരം പ്രിയമുള്ളവരെ, ഏറെ അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷയം പറയണമോ വേണ്ടയോ, അത് അപ്രോപ്രിയേറ്റ് ആകുമോ എന്നുള്ള സംശയം ദീർഘകാലമായി നിലനിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്നുകൂടി ഒരു സംഭവം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സമൂഹത്തിന്റെ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഇത് മുന്നിലേക്ക് വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയി പറയുകയാണെങ്കിൽ, ഐ ഫീൽ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ള സ്കൂളുകളൊന്നും ഒരു സേഫ് പ്ലേസ് അല്ല എന്നെനിക്ക് തോന്നുകയാണ്. എത്ര വലിയ സ്കൂളാകട്ടെ, എത്ര സാധാരണ സ്കൂളാകട്ടെ, നമ്മൾ നമ്മുടെ കുട്ടികളെ അയക്കുന്ന സ്കൂൾ അന്തരീക്ഷങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഇന്നത്തെ സംഭവത്തിന്റെ പശ്ചാത്തലം പറയാം. ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി സ്കൂളിൽ പോകാൻ മടിക്കുന്നു. മറ്റൊരു അതിൻ്റെ കൂട്ടുകാരനായ കുട്ടിയും സ്കൂളിൽ പോകാൻ മടിക്കുന്നു. പിന്നീട് അന്വേഷിക്കുമ്പോൾ അവൻ്റെ ദേഹത്ത് പാടുകൾ കാണുന്നു. അവനെ അവൻ്റെ സ്കൂളിലെ സഹപാഠികൾ തന്നെ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി കണ്ടെത്തുന്നു. അതുമാത്രമല്ല, പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ അനുഭവിക്കുന്ന ടോർച്ചർ വളരെ വലുതാണ്. അങ്ങനെ ഒന്നോ രണ്ടോ കുട്ടികളുടെ ഒരു തെറ്റായ പ്രവണതയായി നമ്മൾ ഇതിനെ കാണരുത്. അന്വേഷിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ആ സംഘത്തിലുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ആ നിലയിൽ വഴിതെറ്റിപ്പോയിരിക്കും. ഇവരിൽ പലർക്കും വളരെ സുലഭമായി ഡ്രഗ്സ് ലഭിക്കുന്നു. മാത്രമല്ല, സ്കൂളുകളിൽ പലയിടത്തും ഈവൻ സെക്ഷൽ അബ്യൂസ് നടക്കുകയാണ്. ആൺകുട്ടികൾക്കിടയിൽ ആൺകുട്ടികൾ തന്നെ പെൺകുട്ടികളുമായി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റും സ്കൂൾ അധികൃതരും ടീച്ചേഴ്സും രക്ഷിതാക്കളും എല്ലാവരും നമ്മളിത് മൂടി വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായ സംഭവം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നു കാണും. ഒരു കുട്ടിയെ 4 കുട്ടികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ്. അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് പുറത്തു വന്നു കഴിഞ്ഞിട്ട്, ഞാൻ ഇടപെടുന്നതിന് മുമ്പ് ആ വിഷയം തമ്മിൽ സെറ്റിലായി എന്ന നിലയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ വളരെ ശക്തമായി നടപടി എടുക്കണമെന്ന് പറയുകയുണ്ടായി. കാരണം മറ്റൊന്നല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ കഴിഞ്ഞ ഒരു 4.25 വർഷക്കാലം MLA ആയിരുന്നുകൊണ്ട് ഐ ഹാവ് കം അക്രോസ് മെനി ഇൻസിഡൻസ്. പലപ്പോഴും പലതും പുറത്തു പറയാൻ കഴിയാത്തതും, പലതും സംസാരിക്കാൻ കഴിയാത്തതും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലാത്തതുമായ സംഗതികളാണ് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. ക്രിമിനൽസ് ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ് എന്ന് പറയും. സാഹചര്യങ്ങളാണ് ആളുകൾ ഇതുപോലെ വഴിതെറ്റിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ആരും പരാജയപ്പെടാൻ പാടില്ല, ആരും തോൽക്കാൻ പാടില്ല, എല്ലാവർക്കും ഓൾ പാസ്സാണ്. കുട്ടികളെ ശകാരിക്കാൻ പാടില്ല, കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല. ചൂരൽ വടിയും അല്ലെങ്കിൽ ടീച്ചറുടെ ശകാരവും ഒക്കെ പുറത്തായി. ടീച്ചർമാർ ഇന്ന് കുട്ടികളെ ഭയപ്പെടുകയോ, രക്ഷിതാക്കൾ ഇന്ന് കുട്ടികളെ ഭയപ്പെടുകയോ ചെയ്യുന്ന അനേകം സിറ്റുവേഷൻസ് ഇന്ന് നമ്മുടെ ചുറ്റും നിലനിൽക്കുകയാണ്. ഇതെല്ലാം ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ ഇതൊരു പ്രോഗ്രസീവ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞെന്ന് വരാം. കാരണം ഇന്നത്തെ കാലത്ത് ലിബറൽ ആവണം, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് ഇങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം, അത്രയും സ്വാതന്ത്ര്യം കൊടുക്കണം, അവരെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ സ്കൂളുകൾ സുരക്ഷിതമല്ല എങ്കിൽ എങ്ങനെയാണ് വിശ്വസിച്ച് നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ സ്കൂളിലേക്ക് അയക്കുക? നമ്മളാരും പഠിച്ച കാലത്തെ സ്കൂളുകളല്ല. കുട്ടികൾ ഇന്ന് വ്യാപരിക്കുന്ന കാര്യങ്ങളും അവരെത്തിപ്പെട്ടിട്ടുള്ള സ്ഥിതികളും നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് നടക്കുന്ന സംഭവങ്ങളുടെ 5%, 10% താഴെയായിരിക്കും. അപ്പൊ എന്തുമാത്രം കുട്ടികളായിരിക്കും ഇതിൽ അഫക്റ്റഡ് ആവുക? പിന്നെ എങ്ങനെയാണ് അവർക്കൊരു ക്യാരക്ടർ ഉണ്ടാവുക? എങ്ങനെയാണ് അവർക്ക് ലൈഫിൽ ഒരു വിഷനും ഒരു മൊറാലിറ്റിയും ഒക്കെ ഉണ്ടാവുക? വളരെ അപകടകരമായ നിലയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം പോകുന്നത് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതി എന്ന നിലയിൽ ഇത് ആരെങ്കിലും തുറന്നു പറയണം എന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരുപക്ഷെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. എനിക്ക് സത്യസന്ധമായി എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും ഇൻഫർമേഷൻസും ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്നുകൂടി വന്ന ഒരു സംഭവം എന്നെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായിരുന്നു. നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എൻ്റെയും കുട്ടിയടക്കം പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരുടെയും കുട്ടികൾ സുരക്ഷിതരല്ല എന്നെനിക്ക് തോന്നുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. ഒരു സ്കൂൾ മാനേജ്മെന്റ് വിചാരിച്ചാലോ
അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ വിചാരിച്ചാലോ മാത്രം മാറ്റാൻ കഴിയുന്നതല്ല. ഏതെങ്കിലും ഒരു സ്കൂളിന് മാത്രമായി ഇതിൽ നിന്ന് മാറി ഉന്നതങ്ങളിൽ നിൽക്കാൻ കഴിയില്ല. ഇതൊരു ക്യാൻസർ പോലെ പടർന്നു പിടിക്കുകയാണ്. നമ്മളെല്ലാവരും ഇതിനെ വെറുതെ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്. രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഈവൻ മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ആണെങ്കിലും ഒക്കെ കുട്ടികളാണ്, ക്ഷമിക്കണം, കുട്ടികളാണ്, പോട്ടെ, ഭാവിയല്ലേ, പുറത്തു വരരുത്, അറിയരുത്. നോ, ദിസ് ഇസ് നോട്ട് ദ അപ്രോച്ച്. ഐ തിങ്ക് വി നീഡ് ടു ഫൈറ്റ് ഇറ്റ്. നമ്മൾ ഫൈറ്റ് ചെയ്തില്ല എങ്കിൽ വി വിൽ ലാൻഡ് ഇൻ ബിഗ് ട്രബിൾ. നമ്മൾ വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. അതിന് സമഗ്രമായ ഒരു ചിന്തയും മാറ്റവും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ചെറിയ കയ്യടിക്ക് വേണ്ടി, അല്ലെങ്കിൽ വലിയൊരു വാർത്തയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫേസ്ബുക്കിലെ ലൈക്സിന് വേണ്ടിയിട്ട് എല്ലാം ലിബറലൈസ് ചെയ്ത് എല്ലാവരും ടൂർ പോട്ടെ, എല്ലാവരും പാസ്സാവട്ടെ, ആരെയും ശിക്ഷിക്കാതിരിക്കട്ടെ, കുട്ടികൾ എന്തും ചെയ്യട്ടെ, ഇതൊന്നും ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് അപ്രോപ്രിയേറ്റ്. ഞാനൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ച സ്കൂളുകളുണ്ടായിരുന്നു, സ്കൂളുകളുടെ സ്ഥിതികളുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് മാറിയിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളോട് നീതി പുലർത്തുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി അവസാനമായി നിങ്ങൾ പാരൻസിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കുട്ടിയിൽ അവരുടെ ബിഹേവിയറൽ പാറ്റേണിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾ വെറുതെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വെറുതെ അവനോട് വീണ്ടും പ്രഷർ ചെയ്തിട്ടോ സമ്മർദ്ദം കൊടുത്തിട്ടോ കാര്യമില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ അറൌണ്ട് ഹിം, വാട്ട് ഈസ് ദ സർക്കംസ്റ്റൻസ് ഇൻഫ്ലുവൻസിങ് ഹിം. തീർച്ചയായിട്ടും ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു കുട്ടിയുടെ ബിഹേവിയറോ സ്വഭാവമോ മാറത്തില്ല. ദർ വിൽ ബി സൗണ്ട് റീസൺസ്. നമ്മൾ ആ റീസൺസ് നോക്കുന്നില്ല. വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ഹിസ് ബിഹേവിയർ. നമ്മൾ അവനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവനെ വഴക്ക് പറയാൻ, അവനെ സ്ട്രെസ്സിൽ പെടുത്താൻ, അവനെ ശകാരിക്കാൻ, അല്ലെങ്കിൽ അവനെ തിരുത്താൻ നമ്മൾ ശ്രമിക്കും. ബട്ട് വി നെവർ ലുക്ക് ബിയോണ്ട് ഹിസ് ആറ്റിറ്റ്യൂഡ് ഓർ ബിഹേവിയർ. ദർ വിൽ ബി ഗ്രോസ് സർക്കംസ്റ്റൻസസ്, ദർ വിൽ ബി ഗ്രീവിയസ് സർക്കംസ്റ്റൻസസ്, ദർ വിൽ ബി അലാമിംഗ് സർക്കംസ്റ്റൻസസ് വിച്ച് വിൽ ബി അഫക്റ്റിംഗ് ഹിം. ഇത് മനസ്സിലാക്കണം. ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്ക് 1 അല്ല 9 അല്ല ഒരുപാട് ഇൻസിഡൻസ് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എല്ലാത്തിനും സമാനമായ ഒരു നേച്ചറാണ്. സ്കൂളുകളിൽ കുട്ടികൾ വളരെ അനായാസമായി ഡ്രഗ്സിന് അക്സസ് ഉണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ ആരും ഊഹിക്കുന്നതിനും അപ്പുറം ഉള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ നമ്മുടെ സ്റ്റുഡൻസിൽ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് ചിന്തിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണിത്. വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടിയാണ് ഇത് പറയുന്നത്. ഒരു ജനപ്രതിയാകാൻ അവസരം കിട്ടി എന്നതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിപാടികളിലും, വിദ്യാഭ്യാസ മേഖലയിലെ പരിപാടികളിലും, സ്കൂളുകളിലെ പരിപാടികളിലും, കുട്ടികളുടെ പരിപാടികളിലും ഒക്കെ ഒരുപാട് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് ഞാൻ ഈ നിലയിലുള്ള ഒരു പ്രതികരണത്തിന് മുതിർന്നത്. ആരെയും വേദനിപ്പിക്കാനോ, ആരെയും കുറ്റപ്പെടുത്താനോ, ആരെയും സങ്കടപ്പെടുത്താനോ അല്ല. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. ദിസ് ഇസ് എ ഫാക്ട് ഗ്ലെയറിംഗ് അറ്റ് us. നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു സത്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഐ തിങ്ക് വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അതിന് വേണ്ടിയിട്ടാണിത്. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കായി ഞാനത് സമർപ്പിക്കുന്നു. നന്ദി.